ഇപ്പൊ ഞാനുള്ളത് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന ഹാപ്പിയുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ആരൊക്കെയാ വന്നെന്നും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. വാ. ആസ്റ്റർ വോളണ്ടിയറിന്റെ കോർഡിനേറ്റർ ലിബിൻ സാറാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ സാറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. എന്റെ പേര് ലിബിൻ എന്നാണ്. ഞാൻ ആസ്റ്റർ വോളണ്ടിയർ ആയിട്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങള് ഇപ്പം വന്നിരിക്കുന്നത് ആസ്റ്റർ വോളണ്ടിയേഴ്സിന്റെ ഒരു ക്യാമ്പായിട്ടാണ്, മെഡിക്കൽ ക്യാമ്പായിട്ട് വന്നത്. നമ്മൾ ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കും തന്നെ വയനാട്ടിൽ അങ്ങനെ വലിയ പരിചയം ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ സാറിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അത് നമ്മൾ 20ഓളം രാജ്യങ്ങളിൽ, ഏഷ്യയിലും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിട്ട് നമ്മൾ 20ഓളം രാജ്യങ്ങളിൽ നമ്മൾ CSRന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനകത്തെ ആരോഗ്യ സേവനങ്ങൾ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ വഴിയായും പിന്നെ അവയർനെസ് ക്ലാസ് വഴിയായിട്ടും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് എയ്ഡിന്റെ BLSന്റെ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് എവിടെയും ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം എല്ലാം നമുക്കൊരു മാസത്തിലൊരു കുറഞ്ഞത് 24-25 ക്യാമ്പുകളും BLS ട്രെയിനിങ്ങുകളും പിന്നെ അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവയർനെസ് ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് 24-25 പ്രോഗ്രാം ഓരോ മാസവും ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കരുണ ഹോസ്പിറ്റലാണ്. അപ്പൊ സാറോട് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. എൻ്റെ പേര് മുസ്തഫ. ഞാൻ സുൽത്താൻ ബത്തേരി ഹാർട്ടിക ഒപ്റ്റിക്കൽസ്. പിന്നെ നമുക്ക് സുൽത്താൻ ബത്തേരി കരുണ ഹോസ്പിറ്റലും ബിംസും കൂടി ചേർന്നാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ശരിക്കും ജനക്ഷേമം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്രെയിം ഫ്രീ ആണ്, ലെൻസിന് പിന്നെ കുറഞ്ഞൊരു പൈസക്ക് ലെൻസ് കൊടുക്കും. ചേച്ചി, ക്യാമ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? രണ്ടുപേർക്ക് പറയാൻ പറ്റുമോ? കുഴപ്പമില്ല. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ഹാപ്പി ഡേയിൽ. സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നത് അറിഞ്ഞത്. സമയത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ BP ചെക്ക് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്, പിന്നെ ആവശ്യമുള്ള ആളുകൾക്ക് മെഡിസിനും കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യാമ്പായിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിന് മുന്നേ ഇവരുടെ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് വയനാട്ടിലെ ഫസ്റ്റ് കണ്ണട ഷോപ്പ് ഇവരുടേതാണ്. ടാബ്ലറ്റ് കാര്യങ്ങൾ, ഐ ടെസ്റ്റ് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എന്താ പറയാ, ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിന്റെ പരിശോധനയുണ്ട്. കണ്ണിന്റെ ടെസ്റ്റ് ആണെങ്കിൽ അവർ ഒരു ഫ്രെയിമിന് ഒരു ഫ്രെയിം ഓഫറൊക്കെ ഉള്ള ഫ്രെയിം ആയിരുന്നു. താങ്ക് യു. എൻ്റെ പേര് സേവ്യർ PA. മെഡിക്കൽ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിക്കൽ ക്യാമ്പ് നല്ല അടിപൊളി മെഡിക്കൽ ക്യാമ്പായിരുന്നു. രാവിലെ ഇവിടെ വന്നു. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായി മരുന്നുകളൊക്കെ കിട്ടി. 2020 തുടങ്ങിയ ഹാപ്പിയുടെ 6 വർഷത്തോളമായി. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും ഇത്ര നാളായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിനെ മാനേജ്മെന്റിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും ഒത്തിരി നന്ദി പറയുന്നു.